വെൽക്കം ടു പെപ്പ്. ഇന്ന് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നെയാണ്. അതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രെയിനിന് 3 ഡിവിഷൻസ് ഉണ്ട് അല്ലേ? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അതിൽ ഹൈൻഡ് ബ്രെയിൻ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുന്ന പോർഷൻ. ഓക്കെ, പിന്നെ ഈ ഫോർ ബ്രെയിൻ ഹൈൻഡ് ബ്രെയിനിലുള്ള എന്തൊക്കെ മാറ്റേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കംപ്രൈസ് ചെയ്തിട്ടാണ് മെഡുല്ല, പോൺസ്, സെറിബെല്ലം, CPM. അതായത് സെറിബെല്ലം, പോൺസ്, മെഡുല്ല, ഈ 3 കാര്യങ്ങളാണ് മെഡുല്ലയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂമോണിക് ടെക്നിക്ക് ഉപയോഗിക്കാം. CPM, സെറിബെല്ലം, പോൺസ്, മെഡുല്ല. ഓക്കെ, ഇനി മെഡുല്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ സ്റ്റെം. നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ബ്രെയിൻ സ്റ്റെമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ സ്റ്റെം കംപ്രൈസ് ചെയ്തിട്ടുള്ളത്? ബ്രെയിൻ സ്റ്റെം കംപ്രൈസ് ചെയ്തിട്ടുള്ളത് മെഡുല്ല, പോൺസ്, മിഡ് ബ്രെയിൻ, പിന്നെ ഫോർ ബ്രെയിൻ്റെ കുറച്ച് സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം കൂടെ കംപ്രൈസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ബ്രെയിൻ സ്റ്റെം. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ വഴി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പോകുന്നത് ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി, ഡൈജഷൻ, അങ്ങനെ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളെ ബാക്ക് പോർഷനിൽ, അതായത് മെഡുല്ല ഒബ്ലോങ്കേറ്റൊക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റൽ ആവാൻ വരെയുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് എന്ത്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇത് സ്പൈനൽ കോഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ അത് സ്കള്ളിലാണ്. സ്പൈനൽ കോഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, പക്ഷേ സ്കള്ളിലാണ് അത് കാണപ്പെടുന്നത്. പിന്നെ വരുന്നത് ബ്രെയിനിന് ഫോർത്ത് വെൻട്രിക്കിൾ. അതായത് നമ്മൾ പറഞ്ഞു മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ എന്തുകൂടെ ഉണ്ട്, ഫോർത്ത് വെൻട്രിക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റിൻ്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ലൊക്കേഷനും പറഞ്ഞു. ഇനി വരുന്നത് ഞാൻ നോക്കിക്കോ, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, സെറിബെല്ലം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുക, ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എല്ലാ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇനി വരുന്നത് നമ്മൾ പറഞ്ഞു മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണ്, ഭയങ്കര ഫാറ്റൽ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ബ്രെയിനിലൊരു പോർഷനാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി സെറിബെല്ലം. സെറിബെല്ലം അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്, മോട്ടോ കോർഡിനേഷൻ, അതേപോലെ നമ്മുടെ ബാലൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെറിബെല്ലം എന്നതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, പിന്നെ സെറിബെല്ലത്തിന് എന്തുണ്ട്, ഒരു വേം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. വേം ലൈക്ക് സ്ട്രക്ചർ എന്താണുള്ളത്, വേം ലൈക്ക് സ്ട്രക്ചർ. അതായത് ഇതാണ് സെറിബെല്ലം. സെറിബെല്ലത്തിന് ഒരു വേം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, കണ്ടോ? അതിനെയാണ് നമ്മൾ വേമിസ് എന്ന് പറയാം. എന്താ പറയാ, വേമിസ്. ഓക്കെ, പിന്നെ സെറിബെല്ലത്തിന് 2 പോർഷൻ ഉണ്ട്. എന്താണത്, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സും ഉണ്ട്. അതായത് സെറിബെല്ലം, ഇതാണ് സെറിബെല്ലം. ഓക്കെ, ഇതിന് റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്, ലെഫ്റ്റ് സെറിബെല്ലാർ ഹെമിസ്ഫിയേഴ്സും ഉണ്ട്. ഓക്കെ, റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഓക്കെ, 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു സ്ട്രക്ചർ, ഒരു ബേസ്ബോൾ സ്ട്രക്ചറാണ് സെറിബെല്ലത്തിനുള്ളത്. ഓക്കെ, അതുപോലെ ഇതൊരു ഗ്രേ മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്താണ്, ഒരു ട്രീ പോലെയാണ് നമുക്ക് സെറിബെല്ലത്തിനെ കാണാൻ പറ്റുക. പിന്നെ ഈ ഒരു ട്രീ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ ആർബർ വിറ്റെ എന്ന് പറയും. ഓക്കെ, ആർബർ വിറ്റെ. ഓക്കെ, പിന്നെ സെറിബെല്ലത്തിൽ പഠിക്കാനുള്ളത് പിഡങ്കിൾസ്. പെഡൽസ് നിങ്ങൾ കേട്ടില്ലേ, അതേപോലെ പിഡങ്കിൾസ്, സെറിബെല്ലാർ പിഡങ്കിൾസ്. അതായത് സെറിബെല്ലത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ബ്രെയിനിലുള്ള മറ്റ് പോർഷൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറിബെല്ലത്തിലുള്ള ആളാണ് സെറിബെല്ലാർ പിഡങ്കിൾസ്. ഓക്കെ, അതിൽ തന്നെ സുപ്പീരിയർ, ഇൻഫീരിയർ, മിഡിൽ. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ CM. അതായത് സെറിബെല്ലത്തിനെ മിഡ് ബ്രെയിൻ അല്ലെങ്കിൽ സെറിബെല്ലത്തിനെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയിട്ട് സെറിബെല്ലത്തിനെ മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് സുപ്പീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസ്.
ഓക്കെ, അതേപോലെ രണ്ടാമത്തത് CP, മിഡിൽ സെറിബെല്ലാർ പിഡങ്കിൾസിനെ പോൺസുമായിട്ട്, അതായത് CP. ഓക്കെ, പിന്നെ വരുന്നത് IMO മീൻസ് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയിട്ടാണ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫങ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ബോഡീൻ്റെ പോസ്ചർ, ഇക്വിലിബ്രിയം, അതേപോലെ മസിൽ ടോൺസിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ ബ്രെയിൻ സ്റ്റെം. സ്പൈനൽ കോഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കാണാം മെഡുല്ല ഒബ്ലോങ്കേറ്റ, പോൺസ്, മിഡ് ബ്രെയിൻ, ഇവർ മൂന്നാളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ബ്രെയിൻ സ്റ്റെം. അതായത് ബ്രെയിൻ സ്റ്റെം എന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് ടു ബ്രെയിൻ, ബ്രെയിൻ ടു സ്പൈനൽ കോഡ്, ഈ ഒരു പാത്ത് വേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. അതിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്? റെസ്പിറേഷൻ വരുന്നുണ്ട്, സർക്കുലേഷൻ വരുന്നുണ്ട്, ഡൈജഷൻ വരുന്നുണ്ട്, ഇങ്ങനെ വേർട്ടിബ്രേറ്റ്സിന് വരുന്ന എല്ലാ ഫങ്ഷൻസും ബ്രെയിൻ സ്റ്റെം ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ്, അതായത് തലാമസ് ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല്ല ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്രെയിൻ സ്റ്റെം. ഇത്രയാണ് നമുക്ക് ബ്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.